ആറ്റിലിപ്പോ മീനേക്കാൾ കൂടുതൽ മീൻപിടുത്തക്കാരല്ലയോ? ഹൗസ് ബോട്ടിൽ നിന്നുള്ള അഴുക്കും മെഴുക്കൊക്കെ വീണിട്ട മീനൊക്കെ ചവനെന്നാ ഇന്നാളെ TV പറഞ്ഞത്. ഓ, ടൂറിസം എന്ന് പറഞ്ഞ ഹൗസ് ബോട്ട് അല്ലേ? നരേന്ദ്രൻ എന്തി? വെളുപ്പംകാലത്തെ ഓട്ടം കഴിഞ്ഞ് വന്നേ കിടക്കുക. ഞാൻ വന്നെന്ന് പറഞ്ഞേക്ക്. ആ പോട്ടെ. ശരി. ഈ പുക തിന്നാൻ എന്റെ വിധി. ഒരു ഗ്യാസ് അടുപ്പ് വാങ്ങാൻ പറഞ്ഞ കേക്കേയില്ല. എഴുന്നേറ്റില്ലേ? ചായ. ഏയ് സുമി, എന്താ എന്റെ മുഖത്ത്? എന്ത്? ഏയ് ദേ ഈ ഭാഗത്തായിട്ട്. ഇവിടെയോ? കരി വല്ലതായിരിക്കും. ഏയ് അല്ല അല്ല നോക്കിയേ നീ. എവിടെ? ദാ ഇവിടെ. മാറ്. അടുപ്പില് തീയിപ്പ കെട്ട് കാണും. അത് ഞാൻ കാണിച്ചു. കണ്ണൊന്ന് തുറന്നു പിടിക്കാമേ. തിമിരത്തിന്റെ ഓപ്പറേഷൻ എന്ന് പറഞ്ഞ നിസ്സാര കാര്യമാ. കണ്ണിലൊരു കണ്ടുപോയ വിഷമം എനിക്കറിയാം. അപ്പോഴൊരു ഓപ്പറേഷൻ. ഈ അമ്മയുടെ ഒരു കാര്യം. ഇത്രയും കാഴ്ചയൊക്കെ മതിയടാ. ഇനിയിപ്പൊ നിന്റെ കൊച്ചിനെ കൂടി ഒന്ന് കാണണം. അത്രേ ആഗ്രഹം എനിക്കുള്ളൂ. ദേ അമ്മ പറഞ്ഞു കേട്ടോ. എന്ത്? രണ്ടെണ്ണം പെട്ടെന്ന് ഉണ്ടായിക്കോളാൻ. ഓ, പല്ല് പോലും തേക്കാതെ വരുന്ന വർത്താനം കിട്ടില്ലേ? വൃത്തികേട്. ഇത് ഇതൊക്കെ എങ്ങനെയാണ് വൃത്തികേടാവുന്നേ? പറയുമ്പോഴാ കുഴപ്പം. ആദ്യം എടുത്തേ. നരേന്ദ്ര, ഞാൻ വിളിക്കാം. ഇത് മാച്ചാണോ? കൊള്ളാം. എന്നാ ഇതോടെ എടുത്തേക്ക്. ഇവിടെ ഡിസ്കൗണ്ട് വല്ലതും കിട്ടുമോ? ഇവിടെ വന്നിട്ടുണ്ടോ ഡിസ്കൗണ്ട് ഒക്കെ ചോദിക്കുന്നത്? പിന്നെ ഇത് ഇവിടെ അല്ലാതെ വീട്ടിൽ പോയി ചോദിക്കാൻ പറ്റും. ഇവിടെ ഡിസ്കൗണ്ട് ഒക്കെ ഉണ്ടല്ലോ അല്ലേ? പോവാം പോവാം. ദേ ഇത് വെച്ചോ, ഇടയ്ക്ക് നോക്കൂ. പെൺപിള്ളേർക്ക് മുടി വേണം. ഫാഷനാണെന്നും പറഞ്ഞ് സുമി തല കാണിച്ചു വെച്ചിരിക്കുന്ന കണ്ടില്ലേ? ഞാൻ എന്തേലും പറഞ്ഞ അമ്മായിമ്മ പോരാണെന്ന് പറയും. 5500 പോയാലെന്താ? നിനക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സൊക്കെ കിട്ടിയില്ലേ? അത് ശരിയാ. ഇവനും 500 പോയല്ലോ. ആ, നീ ഇവിടെ ഒന്നും ഇരിക്കുവായിരുന്നോ? എന്നോട് ഇവിടെ ഇരിക്കാനല്ലേ ജോപ്പൻ ചേട്ടൻ പറഞ്ഞേ? ഓ, ഉള്ളതാ. ഞാനതൊക്കെ പറഞ്ഞു. അയ്യടാ, ഇവൾക്കൊന്നും വാങ്ങിച്ചില്ലല്ലോ. ഓ, എന്തിന്? ദേ കേട്ടല്ലോ, ഒരു ഡ്രസ്സ് പോലും വാങ്ങിച്ചു തരാത്ത ഇവനെ നീ കെട്ടാൻ പോണേ. ഇവനെ തന്നെ വേണോ ഒന്നുകൂടെ ആലോചിച്ച് നോക്ക്. ആണോ? ആ, എന്തൊക്കെയാ ചേച്ചി മേടിച്ചേ? വാ കാണിച്ചു. അമ്മയ്ക്ക് മേടിച്ചിട്ടുണ്ട്. ഓ, ഹലോ, ആ ഞാൻ വന്നേക്കാം. ആ ദേണ്ടേ ഇട്ടിച്ചൻ്റെ അവിടെ നിന്ന്. ആണോ? എന്നാ ഞാനുണ്ട്. ഇതൊക്കെ മാറ്റിച്ച് വേഗം വരാം. ശരി, വേഗം വാ. ആര്യ, ഞാനിപ്പോ വരാം. ഉണ്ടോന്ന് നോക്കാം. കരക്കാരുടെ മുന്നിൽ വെച്ച അച്ഛൻ ചോദിച്ചത് മേരിക്ക് കർത്താവാണോ സായിപ്പാണോ വലുതെന്ന്. എന്നെ പിള്ളേരെ നാണം കെടുത്താൻ വേണ്ടിയാ ഈ ഫോട്ടോ നിങ്ങളിവിടെ വെച്ചേക്കുന്നേ. നോക്കിക്കോ, ഒരു ദിവസം ഞാൻ ഇതെടുത്ത് ആറ്റിക്കളയും. നിന്റെ തന്റെ കുര്യാപ്പിയുടെ പടം ഇതുപോലെ ഞാൻ വെച്ചേനെ. പക്ഷേ അയാൾ എനിക്ക് കയ്യെ വെച്ച് തന്നത് കെട്ടാച്ചരക്കായ ഒതളങ്ങാമേരി എന്ന നിന്നെയാ. ഈ സായിപ്പ് എനിക്ക് എന്ന കാശാ നീ തിന്നു മുടിക്കുന്നേ. കർത്താവിനെക്കാട്ടിലും വലുതാണോ ഈ തോലി വെളുത്തവൻ? അതേടി എന്റെ മിശികാ തമ്പുരാനാ, അങ്ങയുടെ നന്മയാടി ഇതെല്ലാം. എന്തായാലും നന്നാവൂല.
ഇട്ടിച്ചേ വന്നിപ്പം മീൻകാരൻ വരെ ഇന്നോവേല. നരേന്ദ്ര, എയർപോർട്ടിലേക്കല്ലേ? അതെ. എടാ, മീനിന്റെ ഉളുമ്പ് മാറാൻ വല്ല മണമുള്ളൊക്കെ എടുത്ത് അടിക്കേ. ഇങ്ങോട്ട് വെച്ചോ സാറേ. എന്നാ ശരി, പോയിട്ട് ആ, പോയിട്ട് വാ. പോട്ടറവേ. ഇതാ സൈക്കിളുകാരന്റെ കയ്യിൽ നിന്ന് മേടിച്ച് കോറുമ്പലിലാക്കിയതാണെന്നല്ലോ തോന്നുന്നത്. ഓ, നല്ല മനസ്സുണ്ടെങ്കിൽ വാങ്ങിച്ചാ മതി. എനിക്ക് നക്കാപ്പിച്ച കാശ് തന്നിട്ട് ടൂറിസ്റ്റുകൾക്ക് കൊടുക്കത്ത് കാശിനല്ലേ കൊടുക്കണം. ഇങ്ങേരിപ്പോഴും വായനയാണല്ലോ. ഇങ്ങേരുടെ നാട്ടിൽ നിന്ന് പുസ്തകം നിരോധിച്ചിരിക്കുകയാണോ? ഏടാ, നിനക്ക് പുസ്തകം കണ്ടാ തല ഇറങ്ങുന്ന വെച്ചാൽ എല്ലാവർക്കും അങ്ങനെ അല്ല. ഓ, അല്ലേലും ഇട്ടിച്ചായന് സായിപ്പുമാരോടാണല്ലോ പ്രിയം. അതേടാ, ഈ നാറിപ്പൊഴുത്ത് കിടന്ന് ആലപ്പുഴയുടെ ദാരിദ്ര്യം മാറിയതേ ഈ സായിപ്പന്മാര് വന്ന പിന്നെ. ഇവന്മാരോ? ഇപ്പൊ ഇതേ ചുമ്മാ റോഡിലിറങ്ങി നിന്നിട്ട് ഒരു സാഹിബിനെ ഹൗസ് ബോട്ട് ചൂണ്ടിക്കാണിച്ചാൽ ഏതവനും 500 രൂപ കമ്മീഷൻ കിട്ടും. അതിന്റെ എനക്കേടുണ്ട്. ടൂറിസം എന്ന് പറഞ്ഞ എന്തൊക്കെ കൊള്ളരുതായ്മ നടക്കുന്നത്. ഓ, ഇടാ മിണ്ടാതിരിക്കടാ. നിനക്ക് ചൂണ്ട കിട്ടാനും ജീവിക്കാം. ഈ പാവപ്പെട്ടവൻ ഇവരെ കൊണ്ടൊക്കെയാ ജീവിക്കുന്നേ. ഗാന്ധി, മോഹൻദാസ് കരംചന്ദ് ഗാന്ധി, ഗ്രാൻഡ്സൺ. അങ്ങേരെ പോലെ തന്നെ സാഹിബന്മാരെ കണ്ട അലർജിയാ. അയാളത് വിശ്വസിച്ചു. ഇനി നീ ഇവിടെ നിൽക്കേണ്ട സ്ഥലം വിട്ടോ. ഇട്ടിച്ചായന്റെ ഹോം സ്റ്റേയില് എല്ലാ മുറി AC ആണല്ലേ? എന്ത് അത്ഭുതമായി പോയി. ഇംഗ്ലണ്ടിൽ നിന്ന് ഒരു സായിപ്പ് വന്നിട്ട് കനാൽ പാലത്തിന്റെ അവിടെ ചായത്തട്ട് നടത്തിക്കൊണ്ടിരുന്ന ഇട്ടിച്ചായന് ലക്ഷങ്ങളല്ലേ കൊടുത്തത്? അതയാളെ യോഗം. ഇട്ടിച്ചനെ സായിപ്പിനെ മുക്കി കൊന്നേച്ച കാശെടുത്തെന്ന് പറയുന്നത് ശരിയാണോ? അതൊക്കെ ചുമ്മാ പറയുന്ന. സാഹിബ് ഇപ്പോഴും അയാളെ വിളിക്കാറുണ്ടല്ലോ. അപ്പൊ വെറുതെ പറയുന്നതായിരിക്കും. എന്തെങ്കിലും ആവട്ടെ, നമ്മൾ എന്തിനാ അതൊക്കെ അന്വേഷിക്കുന്നത്? നീ വിളമ്പിക്കേ. ഒന്ന് വേഗം വിളമ്പടി. നരേന്ദ്ര, പകല് മുഴുവൻ ഇതിനകത്തിരുന്ന് മടുത്തു. ഇട്ടിച്ചാന്റെ റിസോർട്ടില് എനിക്ക് എന്തെങ്കിലും ഒരു ജോലി മേടിച്ചതാ. ഒന്നല്ലേലും അതിന്റെ അകൊക്കൊന്ന് കാണുകയും ചെയ്യാലോ. അത് കുഴപ്പമില്ലടി, അടുത്ത ദിവസം ഞാൻ കൊണ്ടുപോയേക്കാം. നരേന്ദ്രൻ ഇല്ലടാ ഇവിടെ.